ഇയ്യോബ് 21 അധ്യായം. അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, എന്റെ വാക്ക് ശ്രദ്ധയോടെ കേൾപ്പിൻ, അത് നിങ്ങൾക്ക് ആശ്വാസമായിരിക്കട്ടെ. നിൽപ്പിൻ, ഞാനും സംസാരിക്കട്ടെ. ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് നിനക്ക് പരിഹസിക്കാം. ഞാൻ സങ്കടം പറയുന്നത് മനുഷ്യനോടോ? എന്റെ ക്ഷമ അറ്റുപോകാതിരിക്കുന്നത് എങ്ങനെ? എന്നെ നോക്കി ഭ്രമിച്ചു പോകുവിൻ, കൈകൊണ്ട് വായ് പൊത്തിക്കൊള്ളുവിൻ. ഓർക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു, എന്റെ ദേഹത്തിന് വിറയിൽ പിടിക്കുന്നു. ദുഷ്ടന്മാർ ജീവിച്ചിരുന്ന് വാർദ്ധക്യം പ്രാപിക്കുകയും അവർക്ക് ബലം വർദ്ധിക്കുകയും ചെയ്യുന്നതെന്ത്? അവരുടെ സന്താനം അവരോടുകൂടെ അവരുടെ മുൻപിലും അവരുടെ വംശം അവർ കാണുകയും ഉറച്ചു നിൽക്കുന്നു. അവരുടെ വീടുകൾ ഭയം കൂടാതെ സുഖമായിരിക്കുന്നു. ദൈവത്തിന്റെ വടി അവരുടെ മേൽ വരുന്നതുമില്ല. അവരുടെ കാള ഇണചേരുന്നു, നിഷ്ഫലമാകുന്നില്ല. അവരുടെ പശു കിടാവിടുന്നു, കരു അഴിയുന്നതുമില്ല. അവർ കുഞ്ഞുങ്ങളെ ആട്ടിൻകൂട്ടത്തെ പോലെ പുറത്തയക്കുന്നു. അവരുടെ പൈതങ്ങൾ നൃത്തം ചെയ്യുന്നു. അവർ തപ്പോടും കിന്നരത്തോടും കൂടെ പാടുന്നു, കുഴലിന്റെ നാദത്തിങ്കൽ സന്തോഷിക്കുന്നു. അവർ സുഖമായി നാൾ കഴിക്കുന്നു, മാത്ര കൊണ്ട് പാതാളത്തിലേക്ക് ഇറങ്ങുന്നു. അവർ ദൈവത്തോട്, ഞങ്ങളെ വിട്ടുപോക, നിന്റെ വഴികളെ അറിവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ സർവശക്തനെ സേവിപ്പാൻ അവനാർ? അവനോട് പ്രാർത്ഥിച്ചാൽ എന്ത് പ്രയോജനം എന്ന് പറയുന്നു. എന്നാൽ അവരുടെ ഭാഗ്യം അവർക്ക് കൈവശമല്ല. ദുഷ്ടന്മാരുടെ ആലോചന എന്നോട് അകന്നിരിക്കുന്നു. ദുഷ്ടന്മാരുടെ വിളക്ക് കെട്ടുപോകുന്നതും അവർക്ക് ആപത്ത് വരുന്നതും ദൈവം കോപത്തിൽ കഷ്ടങ്ങളെ വിഭാഗിച്ചു കൊടുക്കുന്നതും എത്ര പ്രാവശ്യം! അവർ കാറ്റിനു മുൻപിൽ താളടി പോലെയും കൊടുങ്കാറ്റ് പറപ്പിക്കുന്ന പതിർ പോലെയും ആകുന്നു. ദൈവം അവന്റെ അകൃത്യം അവന്റെ മക്കൾക്കായി സംഗ്രഹിച്ചു വെക്കുന്നു. അവൻ അത് അനുഭവിക്കേണ്ടതിന് അവന് തന്നെ പകരം കൊടുക്കട്ടെ. അവന്റെ സ്വന്തം കണ്ണ് അവന്റെ നാശം കാണട്ടെ. അവൻ തന്നെ സർവശക്തന്റെ ക്രോധം കുടിക്കട്ടെ. അവന്റെ മാസങ്ങളുടെ സംഖ്യ അറ്റുപോയാൽ തന്റെ ശേഷം തന്റെ ഭവനത്തോട് അവൻ എന്ത് താല്പര്യം? ആരെങ്കിലും ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കുമോ? അവൻ ഉന്നതന്മാരെ ന്യായം വിധിക്കുന്നുവല്ലോ. ഒരുത്തൻ കേവലം സ്വൈര്യവും സ്വസ്ഥതയും ഉള്ളവനായി തന്റെ പൂർണ്ണക്ഷേമത്തിൽ മരിക്കുന്നു. അവന്റെ തൊട്ടികൾ പാലുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവന്റെ അസ്ഥികളിലെ മജ്ജ അയഞ്ഞിരിക്കുന്നു. മറ്റൊരുത്തൻ മനോവ്യസനത്തോടെ മരിക്കുന്നു. നന്മയൊന്നും അനുഭവിപ്പാൻ ഇടവരുന്നതുമില്ല. അവർ ഒരുപോലെ പൊടിയിൽ കിടക്കുന്നു. കൃമി അവരെ മൂടുന്നു. ഞാൻ നിങ്ങളുടെ വിചാരങ്ങളെയും നിങ്ങൾ എൻ്റെ നേരെ നിരൂപിക്കുന്ന ഉപായങ്ങളെയും അറിയുന്നു. പ്രഭുവിന്റെ ഭവനം എവിടെ? ദുഷ്ടന്മാർ പാർത്ത കൂടാരം എവിടെ എന്നല്ലോ നിങ്ങൾ പറയുന്നത്. വഴിപോക്കരോട് നിങ്ങൾ ചോദിച്ചിട്ടില്ലയോ? അവരുടെ അടയാളങ്ങളെ അറിയുന്നില്ലയോ? അനർത്ഥ ദിവസത്തിൽ ദുഷ്ടൻ ഒഴിഞ്ഞു പോകുന്നു. ക്രോധ ദിവസത്തിൽ അവർക്ക് വിടുതൽ കിട്ടുന്നു. അവന്റെ നടപ്പിനെക്കുറിച്ച് ആർ അവന്റെ മുഖത്ത് നോക്കി പറയും? അവൻ ചെയ്തതിന് തക്കവണ്ണം ആർ അവന് പകരം വീട്ടും? എന്നാലും അവനെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവൻ കല്ലറയ്ക്കൽ കാവൽ നിൽക്കുന്നു. താഴ്വരയിലെ കട്ട അവന് മധുരമായിരിക്കും. അവന്റെ പിന്നാലെ സകല മനുഷ്യരും ചെല്ലും. അവന് മുൻപേ പോയവർക്ക് എണ്ണമില്ല. നിങ്ങൾ വൃഥാ എന്നെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെ? നിങ്ങളുടെ ഉത്തരങ്ങളിൽ കപടമുണ്ടല്ലോ.